ബാലാമണി, ആ മോൾ ഇങ്ങോട്ടൊന്ന് വാ. ബാലാമണി, ദാ വരുന്നു അമ്മേ. ഏട്ടത്തി, ദാ ഇത് കുടിക്കും. എനിക്ക് വേണ്ട. ഏട്ടത്തിക്ക് കുടിക്കാൻ വേണ്ടിയല്ലേ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. നീ അത് അവിടെ എങ്ങാനും വെക്ക്. ഇപ്പൊ കുടിച്ച ഞാൻ ഛർദിക്കും. ഒരു കുഴപ്പവും വരില്ല ഏട്ടത്തി. എന്റെ പൊന്നു ബാലാമണി, എനിക്ക് വേണ്ട. വേണം. അങ്ങോട്ട് കുടിച്ചേ. കുടിക്ക. നാക്കിന്റെ കയ്പ് മാറിയില്ലെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട ബാലാമണി. അങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞപ്പോ കുടിക്ക. അയ്യോ അരുത്, അത് കുടിക്കരുത്. അതിൽ ഇവിടെ വിഷം കലർത്തിയിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? ഞാനിതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്നോ? അതെ, ഏട്ടത്തിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഈ ജ്യൂസിൽ വിഷം കലർത്തി. ഞാനതിന് സാക്ഷിയാ. ദാ ഇതെനിക്ക് അടുക്കളയിൽ നിന്ന് കിട്ടിയതാ. ഇങ്ങനൊരു വൃത്തികെട്ട നാടകം കളിക്കാൻ നിനക്കൊരു നാണോ ഇല്ലേ കവിത? തെളിവ് കയ്യിൽ വെച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും മൈഥിലി ഏട്ടത്തിയുടെ ഇഷ്ടം. ഏട്ടത്തി, ഇവളീ പറയുന്നത് ഏട്ടത്തി വിശ്വസിക്കുന്നുണ്ടോ? നീ നിർബന്ധിച്ച് ഈ ജ്യൂസ് കുടിപ്പിക്കാൻ നോക്കി എന്ന ഒറ്റ കാരണം മതി സാമാന്യ ബുദ്ധിയുള്ള ആർക്കും നീയാണിത് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ. ഏട്ടത്തി, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തരൂ. ഞാനിത് ചെയ്തു എന്ന് ഏട്ടത്തി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊന്ന് പറയെടുത്തേ. നിന്റെ തീരുമാനം എന്താ? അതാ എനിക്ക് അറിയേണ്ടത്. ബാലാമണി ഇത് ചെയ്യുന്ന നീ വിശ്വസിക്കുന്നുണ്ടോ? തലകുനിച്ച് നിൽക്കാനല്ല പറഞ്ഞത്. നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്കതിവിടെ തുറന്നു പറയാം. ഞാനിത് വിശ്വസിക്കുന്നുണ്ട്. എടുത്തേ, നീ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയെന്നുള്ളത് സത്യ.
അതിനുള്ള അവസരത്തിന് വേണ്ടിയാ നീ എന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിന്നത്. എടി പൊട്ടത്തരം വിളിച്ചു പറയാതെ. കവിത പറയുന്നത് നീ അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കോ? ഇത് നിന്നെ ബാലാമണിയും തമ്മിൽ തെറ്റിക്കാൻ കവിത കണ്ടുപിടിച്ച പുതിയ മാർഗമാണ്. മൈഥിലി ഏട്ടത്തെയും ബാലാമണിയെ ശത്രുക്കളാക്കിയിട്ട് എനിക്കൊരു ഗുണവും ഇല്ല. പിന്നെ ഞാൻ എന്തിനാ അതിന് ശ്രമിക്കണം? സത്യത്തിൽ നീ എന്താ കണ്ടത്? ദാ കണ്ടില്ലേ, എന്റെ ഭർത്താവിന് പോലും എന്നെ വിശ്വാസമില്ല. വലിയ വാചകം അടിക്കാതെ നീ കണ്ട എന്തോന്ന് വെച്ചാൽ അത് പറ. കിച്ചണിൽ വെച്ച് ബാലാമണി ജ്യൂസിൽ വിഷം കലർത്തുന്നത് ഞാൻ കണ്ടു. ഇതെന്താ സംഭവമെന്ന് ആദ്യം എനിക്ക് പിടികിട്ടിയില്ല. ഇവള് ജ്യൂസുമായിട്ട് കിച്ചണിൽ നിന്ന് പോയ ശേഷം എനിക്കെന്തോ ഒരു സംശയം തോന്നി. സത്യം പറഞ്ഞ ആദ്യം ഞാൻ വിചാരിച്ചത് ഇവൾ മൈഥിലി ഏട്ടത്തിക്കുള്ള ഏതോ മെഡിസിൻ ജ്യൂസിൽ മിക്സ് ചെയ്യുന്നു എന്നാ. കിച്ചണിൽ കയറി പരിശോധിച്ചപ്പോഴല്ലേ ദാ ഈ ബോട്ടിൽ കിട്ടിയത്. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ ബോട്ടിൽ കണ്ട ഉടനെ ഞാൻ മൈഥിലി ഏട്ടത്തിയുടെ റൂമിലേക്ക് ഓടി ചെല്ലുകയായിരുന്നു. ഞാൻ നോക്കുമ്പോ ഇവൾ ജ്യൂസ് നിർബന്ധിച്ച് മൈഥിലി ഏട്ടത്തിയെ കുടിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ അത് തടഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കെല്ലാവർക്കും കൂടി ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നേനെ. എന്റെ മോളെ കുറിച്ച് നീ മഹാപരാധം പറഞ്ഞുണ്ടാക്കരുത്. അവള് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയാൽ ദൈവം നിനക്ക് മാപ്പ് തരില്ല. ബാലാമണി ഒരു തെറ്റ് ചെയ്തപ്പോ കൈയോടെ പിടിച്ചതും മൈഥിലിയേട്ടത്തെ രക്ഷിച്ചതുമാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ മോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അതിവിടെ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ആ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ നിന്റെ ആ വിശ്വാസം തെറ്റാണ്. ബാലാമണി ഇത് ചെയ്തിട്ടില്ല. ഒരിക്കലും അവൾ ഇങ്ങനെയൊന്നും ചെയ്യുകയുമില്ല. അമ്മ എന്നും ബാലാമണിയെ ന്യായീകരിച്ചല്ലേ സംസാരിക്കത്തുള്ളൂ. ഞാൻ അവളെ വെറുതെ ന്യായീകരിക്കുന്നതല്ല. പിന്നെ അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിക്കേ. തെളിവ് തന്നാൽ നീ അത് വിശ്വസിക്കോ? ആ, വിശ്വസിക്കാം. ബാലാമണി ഇതിൽ വിഷം കലർത്തുന്നത് നീ കണ്ടു. ആ, ഞാൻ കണ്ടതാ. കവിത പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ആ, അതെ. ഇനി നിനക്ക് വേണ്ടത് തെളിവാണ്. വിഷം കലർന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ഈ ജ്യൂസ് ഞാൻ കുടിച്ചാൽ ബാലാമണിയെ വിശ്വസിക്കാൻ ആ തെളിവ് നിനക്ക് മതിയാവുമോ മൈഥിലി? അമ്മേ, അമ്മേ, അത് കുടിക്കരുത്, അതിൽ വിഷമുണ്ട്. സത്യവും ഞാൻ പറയുന്നേ. ഞാനിത് കുടിക്കും. ബാലാമണിയോട് ചോദിച്ചിട്ട്. ബാലാമണി, ഞാനിത് കുടിക്കണോ അതോ വേണ്ടയോ? നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഇതിൽ വിഷമില്ല. അമ്മ ധൈര്യമായിട്ട് കുടിച്ചോളൂ. അരവിന്ദേട്ടാ, അമ്മയോട് അത് കുടിക്കരുതെന്ന് പറ. അതിൽ വിഷമുണ്ട്. അമ്മേ, എന്താടാ നിനക്കിപ്പോ ബാലാമണിയെ വിശ്വാസമില്ലാതായോ? അതുകൊണ്ടല്ല. എന്നാലും പിന്നെ ഞാനിത് കുടിക്കുന്നോണ്ട് എന്താ പ്രശ്നം? അമ്മേ വേണ്ട, അമ്മ അത് കുടിക്കരുത്. ചിലപ്പോ ബാലാമണിയെ തെറ്റുകാരിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും വിഷം കലർത്തിയതാണെങ്കിലോ? എന്താ നന്ദു നിന്റെ അഭിപ്രായം? വേണ്ട അമ്മേ, അമ്മ ഇത് കളഞ്ഞേക്ക്, കുടിക്കണ്ട. അങ്ങനെ ചെയ്താൽ ബാലാമണിക്കെതിരെയുള്ള ഈ ആരോപണം എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കില്ലേ? അതല്ലല്ലോ വേണ്ടത്. ഇന്നിവിടെ വച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. നീ പോലീസിനെ വിളിക്കും സുമംഗലെ. അവര് വരട്ടെ, വന്ന് പരിശോധിക്കട്ടെ. ഇത് അത്രയ്ക്കൊന്നും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല ഏട്ടാ. ഞാനിത് കുടിക്കുക. ഇത് കുടിച്ചതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും അതെന്റെ വിധിയാണെന്ന് ഞാൻ വിചാരിച്ചോളാം. അമ്മേ വേണ്ട, അമ്മ കുടിക്കണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ടമ്മേ. മാറ്, കൈയെടുക്കാനാ പറഞ്ഞത്. അമ്മേ,
സുമംഗല എന്താ ഇത്? അയ്യോ നോക്കി നിൽക്കാതെ ഡോക്ടറെ വിളിക്കടാ. വേണ്ട. ഞാനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. മൈഥിലി, ഇങ്ങ് വന്നേ. ഇനിയെങ്കിലും ബാലാമണിയെ നിനക്ക് വിശ്വസിക്കാമോ? അരവിന്ദേട്ടാ, ദോ അവളുടെ ചെകിട്ടത്തൊന്ന് കൊടുത്തേ. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ആരെങ്കിലും സന്തോഷമായിട്ടിരുന്ന് അവക്ക് അപ്പ തുടങ്ങും കണ്ണുകടി. നീ എന്താടി കണ്ടത്? എടി നാശം പിടിച്ചോളെ, നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അവളുടെ ഒരു വിഷക്കുപ്പി നിന്റെ തലമണ്ട തല്ലി പൊളിക്കാ വേണ്ടത്. ബാലാമണി, നീ എന്നോട് ക്ഷമിക്കോ? ഒരു നിമിഷത്തേക്ക് ഞാൻ ദേ ആ പിശാചിനെ വീണ്ടും വിശ്വസിച്ചു പോയി. സോറി. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല ഏട്ടത്തി. മറ്റെന്തൊക്കെ തെറ്റ് ചെയ്താലും ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിക്കില്ല. അത്രയെങ്കിലും ഏട്ടത്തിക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കായിരുന്നു. നീ എന്താടി നോക്കി നിൽക്കുന്നത്? ചെന്ന് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറ. ചെല്ലടി. വേണ്ട, ഇനി മാപ്പ് കുറച്ചിലും കാല് പിടുത്തൊന്നും വേണ്ട. പറയാനുള്ളതൊക്കെ എന്റെ മോളെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി കരഞ്ഞുകൊണ്ടോ കാല് പിടിച്ചതുകൊണ്ടോ അവൾക്കേറ്റ അപമാനത്തിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? കവിതേ, ദയവ് ചെയ്ത് നീ എന്റെ മോളെ ഒന്ന് വെറുതെ വിട്. പക്ഷേ കവിതയെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഞാൻ വിഷം കലർത്തുന്നത് നീ കണ്ടു അല്ലേ? അല്ലേടി? വേണ്ട. കവിത പറഞ്ഞത് സത്യ. ജ്യൂസിൽ വിഷമുണ്ടായിരുന്നു. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? മൈഥിലിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത ജ്യൂസിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. അമ്മേ, പേടിക്കണ്ട. ഞാൻ കുടിച്ചത് വിഷം കലർന്ന ജ്യൂസ് അല്ല. അമ്മേ, ആർക്കുമൊന്നും പിടികിട്ടുന്നില്ല അല്ലേ? തെളിവ് സഹിതം സത്യം നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ആനന്ദേ, അമ്മേ, അതൊന്ന് കാണിച്ചു കൊടുത്തേ.
എടി പിശാചേ. അമ്മേ, ഇനി ഒരു നിമിഷം ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ നിമിഷം ഇവളെ ഇവിടെ ഇറക്കി വിടണം. ഇവള് ചെയ്ത പ്രവൃത്തി വെച്ചിട്ടേ ഇവളെ ചാട്ടക്കടിച്ച് പുറത്താക്കാൻ വേണ്ടേ? അത് തന്നെയാ ചെയ്യേണ്ടത്. എന്റെ അനിയന്റെ ഭാര്യയെ പോയി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തേനെ. സ്വഭാവം നന്നാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നീ എന്താ അനന്തു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇവൾക്ക് എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടത്? കവിതയ്ക്കുള്ള ശിക്ഷ തീരുമാനിക്കേണ്ടത് നമ്മളല്ലമ്മേ, ബാലാമണിയാ. ബാലാമണി എന്ത് ശിക്ഷ വിധിച്ചാലും ഒരക്ഷരം എതിർത്ത് പറയാതെ നീ അതനുസരിക്കണം. ബാലാമണി, എല്ലാവരും നിന്റെ തീരുമാനത്തിന് കാത്തു നിൽക്കുക. ഉചിതമായി എന്ത് തീരുമാനവും നിനക്കെടുക്കാം. കവിതയെ ഈ വീട്ടിൽ നിന്നും തല്ലി പുറത്താക്കിയാൽ പോലും ഒരാളും അതിനെതിർക്കില്ല. ഇനി നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അത് പറയേ. ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതിന് നിനക്ക് എന്ത് ശിക്ഷ തന്നാലും അത് അധികം ആവില്ല കവിത. പക്ഷേ നിനക്കിപ്പോ ഞാനൊരു ശിക്ഷ വിധിക്കുന്നില്ല. അമ്മേ, ആലോചിക്കാൻ എനിക്ക് ഒരു ദിവസത്തെ സമയം തരണം. അത് കഴിഞ്ഞിട്ട് കവിതയ്ക്കുള്ള ശിക്ഷ എന്താന്ന് ഞാൻ പറയാം. ശരി, നന്നായി ആലോചിച്ച് നിന്റെ തീരുമാനം നീ നാളെ പറഞ്ഞാൽ മതി. അതിനു മുൻപുള്ള ഇന്നത്തെ ഈ ഒരു ദിവസം കവിത ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല. ശിക്ഷ കാത്തിരിക്കുന്നൊരു പ്രതിയായി കവിതയ്ക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിച്ചുകൂട്ടാം. ദാ നല്ല പശുവും പാലാ. അതെന്താ വേണ്ടാത്തെ? ഞാൻ ഉറക്കഗുളിയെ ഇട്ടിട്ടുണ്ടോന്ന് പേടിച്ചിട്ടാണോ? എങ്കിൽ ആ സംശയം ഞാൻ തന്നെ അങ്ങ് തീർത്തേക്കാം. ദാ ഇനി കുടിച്ചോ. വേണ്ട, പിരിയും. അതെന്താ? ആ അതങ്ങനെ. ഇവിടെ എന്താ ഒരു വൃത്തികെട്ട നാറ്റം? ഏയ്, ഇത് നല്ല മണമാ. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ആ. ഓഹോ, അപ്പൊ കുടിയനുമാണ്. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. വെറും സാധാരണ ഡൂക്കിലി കുടിയന്മാരെ പോലെ വെറുതെ കുടിക്കുന്നവനല്ല ഈ സഹദേവൻ. ഞാൻ കുടിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം വേണം. ഇപ്പൊ എന്ത് കാരണം ഉണ്ടായിട്ടാ നിങ്ങൾ കുടിച്ചത്? നീ തന്നെയാ കാരണം. ഞാനോ? അതെ, ഇത് എൻ്റെ ഒരു വാശിയാ. നിന്നെ അങ്ങനെ ആരും കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്നെ ഞാൻ ജയിപ്പിക്കും. എന്ത് ജയിപ്പിക്കുമെന്ന്? 10ാം ക്ലാസ്. 10ാം ക്ലാസ്. നീ ഇനിയും പഠിക്കാൻ പോണം. 10ൽ തോറ്റ വിഷയം എല്ലാം എഴുതിയെടുക്കണം. പിന്നെ പഠിച്ച് പഠിച്ച് ഒരു വലിയ ഡോക്ടർ ആവണം. അങ്ങനെ അഭിരാമിയോട് പ്രതികാരം ചെയ്യണം. നിങ്ങൾ വെറുതെ ഭ്രാന്ത് പറയാതെ പോയേ. ഭ്രാന്തല്ല കുട്ടി, പരമമായ സത്യമാണ് ഞാൻ പറയുന്നത്. നിന്നെയും കൊണ്ട് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് എഴുതി എടുപ്പിച്ചിട്ടേ ഇനി ഞാൻ അടങ്ങൂ. അയ്യേ, ഇനി പഠിക്കാൻ പോകുന്നതൊക്കെ നാണക്കേടാ. ഒരു നാണക്കേടുമില്ല. നിനക്ക് ട്യൂഷൻ തരാൻ വേണ്ടി നല്ല ഒരാളെ ഞാൻ ഏർപ്പാടാക്കാം. നിന്നെ 10ാം ക്ലാസ് ജയിപ്പിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് ഉറങ്ങട്ടെ. എന്നെ 10ാം ക്ലാസ് ജയിപ്പിച്ച്. അയ്യേ, പഠിക്കാനോ? നീ അയ്യേ. ഇനി നീ ഇങ്ങനെ വേദനിച്ചിട്ട് എന്താ മോളെ കാര്യം? നിന്നെ മനസ്സിലാക്കാത്തവരിൽ നിന്നും സ്നേഹം കിട്ടണമെന്ന് നീ വാശി പിടിക്കരുത്. അത് വിഡ്ഢിത്തമാണ്. അമ്മേ,
മറ്റെന്ത് ഞാൻ സഹിച്ചേനെ. പക്ഷേ ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിരുന്നു എന്റെ ശ്രമമെന്ന് കവിത പറഞ്ഞപ്പോ മൈഥിലിയെടുത്ത് അത് വിശ്വസിച്ചല്ലോ. ഞാൻ അവരോട് കാണിച്ച ആത്മാർത്ഥത അവർക്ക് മനസ്സിലാവാതെ പോയല്ലോ അമ്മേ. ഇനി നീ ആർക്ക് വേണ്ടിയും ഒരു സഹായവും ചെയ്യാൻ പോകണ്ട. അതിനുള്ള അർഹത അവർക്കാർക്കുമില്ല. മൈഥിലിയുടെ ദാസിപ്പണിക്ക് പോകണ്ടെന്ന് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതാ. അപ്പൊ നീ അത് കേട്ടില്ല. അമ്മേ, ഏട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ്, അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ഏട്ടത്തിയുടെ കൂടെ തന്നെ നിന്നത്. എനിക്ക് കിട്ടാതെ പോകുന്ന ഭാഗ്യം മറ്റൊരാൾക്ക് കിട്ടുമ്പോ അതിൽ അസൂയല്ല, സന്തോഷം എനിക്കുള്ളത്. അത് പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. പോട്ടെ, ഇനി അത് തന്നെ ഓർത്തിരിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ആനന്ദ് ഇന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തത്തിന് നമ്മളൊക്കെ സാക്ഷികളാവേണ്ടി വരില്ലായിരുന്നോ? എത്ര തിരിച്ചടികൾ ഉണ്ടായാലും കവിതയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അവൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവൾക്കുള്ള ശിക്ഷ വിധിക്കുമ്പോൾ ആ കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവണം.